ആ ഹലോ. ഒന്നല്ല, ഞാൻ വെറുതെ വീട്ടിലുണ്ട്. ഇല്ല, അങ്ങോട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലെന്ന്. ആ, പിന്നെ പുറത്തൊക്കെ നല്ല ചൂടാ പോ. ആ, രാവിലെ 11:30 അപ്പോഴത്തേക്കും ചൂട്, പുറത്തിറങ്ങാൻ വയ്യ. അപ്പൊ അങ്ങനെ ഇരുന്നതാ. വേറെന്താ വിശേഷം? സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, ഇല്ല. ഞാൻ പിന്നെ വിളിക്കണ്ട്. വൈകിട്ട് വിളിക്കാൻ പോരെ? ആ ഓക്കെ ഓക്കെ. ഇല്ലില്ല, വേറെ ആരും വന്നിട്ടില്ല. എന്നാ ശരി. ഓക്കെ എന്നാ. അതാ മുജീബ. ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ. ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ട് കേറുന്ന അവിടെ അല്ലേ? അതെ. അല്ല, ചോദിക്കാതെ തന്നെ കേട്ടപ്പോഴത്തേനും വെള്ളമായിട്ട് വന്നല്ലോ. അതാണ് ഉത്തമയായിട്ടുള്ള ഭാര്യമാരങ്ങനെ. എന്താ പുച്ഛം? പുച്ഛൊന്നുമില്ല. ഈ ഉത്തമല്ല, തിലോത്തമല്ലേ? ഏത് നേരത്തെ ഈ മൊബൈലിൽ ഇങ്ങനെ ഗെയിം കളിച്ചാലേ കണ്ണ് കേടുവരല്ലേ? കണ്ണ് കേടുവരൂലേന്ന്. പിന്നെ മൂക്കാ കേടുവരിക. ഈ ഇന്ന് രാവിലെ തുടങ്ങിയല്ലേ ഇതില് കളിക്കല് അല്ലേ? ഇന്ന് സ്കൂളിൽ പോയില്ലല്ലോ മടിയായിട്ട്? വീണിട്ട് കാല് വേദനിക്കുന്നവിടെ. ഏത് കാലിന്റെ മുകളിലിരുന്നത്? ഒരു വേദനയില്ല, വെറുതെ പറയല്ലേ. അതൊരു കോള് വരുന്ന കട്ടാക്കടാ. സത്യം പറ, ഇന്ന് എന്താ സ്കൂളിൽ പോവാഞ്ഞ്? മടിയല്ലേ? കാലിനെന്ത് വയ്യായ? നന്നായി നോണാറിയുണ്ട് കേട്ടോ. മതി മതി കൊണ്ടുവരാ. ഒരു കോള് വരാം കിടന്നുറങ്ങാൻ നോക്കുന്നത്. എന്താ പുറത്ത് ശബ്ദം കേൾക്കണ? വാതിലടച്ചില്ലേ? നിങ്ങൾ അടച്ചില്ലേ? ഞാൻ അടച്ചിരുന്നല്ലോ. ഞാൻ അവിടെ എപ്പോ വന്ന് കേൾക്കണം? അയ്യല്ല ഇപ്പൊ അവിടെ നിന്ന് പോകുന്നത്. നോക്കി അടച്ചോ. ആ പിറകിലെ 2 ലൈറ്റ് ഇടണ്ട കേട്ടോ, ഒന്ന് ഓഫ് ആക്കിക്കോ, അല്ലെങ്കിൽ തന്നെ കറണ്ട് ബില്ല് കൂടുതലാ കേട്ടാ. ഉറങ്ങിക്കോ. അത് ഞാൻ കിടക്കാൻ പോകട്ടാ. പിന്നെ വിളിക്കാം. ഇല്ല, അതെ. ഓക്കെ, ആയിക്കോട്ടെ. എന്നാ ശരി. പിന്നെ വിളിക്കാം. ശരി. നമ്മൾ ലേറ്റ് ഒന്നും അല്ല. ഞാൻ ഒരു ലേറ്റ് തന്നെ ഓണാക്കിണ്ടായിരുന്നുള്ളൂ. ആരെ വിളിച്ചിട്ടുണ്ടായിരുന്നു? അത് ആസ്യ. ഈ ചേക്കന്ന് മടി പിടിച്ച് സ്കൂളിൽ പോയില്ല. അതിന്റെ കാലിന് ഒരു കേടുമില്ല. നീര് വന്നൊക്കെ നോണ അറിയാം. വേണ്ട ചക്ക, ഉറങ്ങിക്കോ. ഹലോ, പറയ്. ഇല്ലടി, ഞാൻ പിന്നെ വിളിക്കാം. ഇല്ലടാ എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കേട്ടതിന് എന്തോ കുഴപ്പമുണ്ട്. ചെവി എന്തോ ആദ്യം ക്ലീൻ ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഇല്ലടി എന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇല്ലടേ എന്നാണ് പറഞ്ഞത്. ഇല്ലടേ. ഓൻ കൊല്ലത്തുകാരനാണ്, പഴയ സുഹൃത്താണ്. അപ്പൊ ഓന് ഇടയ്ക്ക് ഇന്നെ എടേ കൊടേ എന്നൊക്കെ വിളിക്കുക. അതൊന്നൊരു സംശയരോഗം പോലെ എങ്ങാതി ചോദിച്ചാ. എല്ലാരുടെയും അതുപോലെ നോക്കിയില്ലെങ്കിലേ പണി കിട്ടും. ആർക്ക്? പെണ്ണുങ്ങൾക്ക്. എനിക്ക് പണി തരാതിരുന്നാ മതി. ഞാനായിട്ട് അന്നെ ദ്രോഹിക്കാനൊന്നും വരുന്നില്ല. ഈ സംശയിക്കാൻ. ഫേസ്ബുക്കിൽ പുതിയ പെണ്ണുങ്ങളൊക്കെ ന്യൂസ് ഫീഡിൽ വരുന്നതല്ലേ? എന്ത് എന്റെ ഐഡിയിൽ ഇതൊന്നും വരില്ലേ ആണുങ്ങളുടെ ഫോട്ടോ? ഞാൻ നോക്കാറന്നില്ല. എന്തൊരു കൗന്ന്. ഞാൻ ഇപ്പൊ പെണ്ണുങ്ങളുടെ ഫോട്ടോ നോക്കുന്ന ആളു. ഈ ഭയങ്കര പതിവ്രതി. ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല കേട്ടാ. വെറുതെ പറഞ്ഞു കണ്ട ചക്കരലടി. അന്നെ വിട്ടിട്ട് യാതൊരു പരിപാടിക്കും ഞാൻ നിൽക്കൂല. ജയിച്ചിട്ട് ബേജാറാളുണ്ട.
അല്ലെങ്കിൽ അക്കാര്യത്തിൽ പേടിയൊന്നുമില്ല കേട്ടാ. അത് മതി. ചായ എന്തെങ്കിലും വേണം? ജ്യൂസ് ചായ എന്തെങ്കിലും? ഇത് പറഞ്ഞേണ്ട ഒന്ന് സുഖിച്ചു. അമ്മയ്ക്കൊരു ചായ 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 എടുക്കുക. ശരി. ആ ഇല്ലില്ല, ഞാൻ ടെറസിന്റെ മുകളില. ആ താഴത്തെ അവിടെ എവിടെയും. എന്താണ് ഇപ്പൊ അങ്ങനെ തന്നെ റീൽസും കണ്ടിരിക്കലല്ലേ പണിയില്ലേ. പിന്നെ ആള് പോയില്ലേ? ആ ശരി. എപ്പോഴാ വരിക അപ്പോ? നല്ല വൈകുമോ? ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണേ, അന്നാ ഗെറ്റ് ടുഗദർ വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാണാൻ പറ്റിയതൊക്കെ. അല്ല, ഞാൻ വിചാരിച്ച അതാ കോളേജ് ലൈഫോട് കൂടി സ്കൂൾ ലൈഫോട് കൂടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ആരും കാണുന്നില്ല, പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ വഴിക്ക് പോയില്ലേ. പിന്നീടല്ലേ വാട്സപ്പും ഇതൊക്കെ വളരെ സജീവമായത്. അതുകൊണ്ട് ഭാഗ്യായത്. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെങ്ങനെ കാണും, എങ്ങനെ വീണ്ടും ഒന്ന് സംസാരിക്കും, ഒന്നിനും പറ്റില്ലല്ലോ. പഴയ പ്രേമൊന്ന് പുതുക്കാനായില്ലേ മുത്തേ? ഇനി വിട്ടു പോവില്ല കേട്ടാ. നീ എന്റെയും ഞാൻ നിന്റെയും. ഞാൻ വെറുതെ പറഞ്ഞതല്ല മുത്തേ. അതാണ്, നീ ഇങ്ങോട്ടും അങ്ങനെ ഉണ്ടാവണം, ഞാൻ നിന്റെയും നീ എന്റെയും, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചതിക്കില്ല, എന്നെ ഇങ്ങോട്ട് ചതിക്കാനാ മതി. ഇന്റെ സ്വത്തല്ലേ, ഞാൻ ആ സ്വത്ത് നഷ്ടപ്പെട്ടു പോയിന്ന് കരുതിയതാ. എന്തോ ഭാഗ്യത്തിന് പടച്ചോന്റെ ഒരു കാരുണ്യം കൊണ്ട് കിട്ടിയതാണ് കോണ്ടാക്ട്. ഇനി മുതൽ അതെ, എൻ്റെ നല്ല പാതി ഒന്ന് നീ തന്നെയാണ്, അതിലൊരു തർക്കമില്ല. പകുതി പകുതി പാതി പകുതിയേ പകുതി ആടാ, പകുതി അണക്കും പകുതി എനിക്കും. അത് നമ്മൾ ഏത് കച്ചവടം ചെയ്താലും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. 50-50, അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ നല്ലൊരു പാതി ഈ എടുത്തോ, അതാണ് ഞാൻ നല്ല പാതി എന്ന് പറഞ്ഞത്. ഓക്കെ എന്നാ, വേറെന്താ? ഓക്കേടാ, ശരി എന്നാ, ഞാൻ പിന്നെ വിളിക്കാട്ടാ. ഓക്കെ. എന്താ മുത്തേ? ആരായിരുന്നു ഫോണില്? അത് മുജീബാണ്, നീ കച്ചവടത്തിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടേ. മുജീബിനോട് വർത്താനം പറയുമ്പോഴേ നല്ല തെളിച്ചം കിട്ടണമെങ്കിൽ ഇതും കൂടെ വെക്കണം, അപ്പോഴേ ശരിക്കും നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റുള്ളൂ. പൂഞ്ഞാട്ടിലെ ചിരിയും ചിരിക്കാണ്ട് അങ്ങോട്ട് വായോ. അല്ലടി, അത് വെറും തമാശ. എന്താ കാര്യം? ആൾക്കാർ കണ്ടു